വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്ത +1 പരീക്ഷയുമായി അല്ലെങ്കിൽ +1ൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടതാണ്. +1 വാല്യുവേഷൻ വലിയ കടുപ്പമേറിയതാണ്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും തോൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിക്കുന്നുമുണ്ട്. പല വിദ്യാർത്ഥികളും വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളോടെല്ലാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് വളരെ അടിയന്തരമായിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫോളോ ചെയ്തേക്കുക. ചാനലിൻ്റെ അല്ല, എൻ്റെയാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ വളരെയധികം ആകാംക്ഷയിലാണ്. കാരണം വാല്യുവേഷൻ മിനിഞ്ഞാന്ന് ആരംഭിച്ചു. അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് പുരോഗമിക്കുകയാണ്. അതിൻ്റെ പ്രൊസീജിയറെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. എല്ലാ തവണത്തെയും വാല്യുവേഷനെ പോലെയാണ് ഇത്തവണത്തെയും വാല്യുവേഷൻ. പക്ഷേ വിദ്യാർത്ഥികൾ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉണ്ടായതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർക്കുകൾ എടുക്കുവാനാണ് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് വാല്യുവേഷൻ വളരെയധികം അത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ കടുകട്ടി വാല്യുവേഷനാണ് എന്നുള്ളത്. പക്ഷേ വളരെ ലളിതമായിട്ടുള്ളതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാർക്കുകൾ ലഭിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പരീക്ഷ പേപ്പർ നോക്കുന്ന അധ്യാപകരും അത് തന്നെയാണ് പറയുന്നത്. പൊതുവെ മികച്ച നിലവാരങ്ങൾ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കുക അല്ലെങ്കിൽ മാർക്ക് കൊടുക്കുക എന്നുള്ളത് +1ലും SLCക്കും +2ലും SLCക്ക് നടക്കുമായിരുന്നു. പക്ഷേ +1 പരീക്ഷയിൽ അത് പറ്റില്ല എന്നുള്ളതാണ് അധ്യാപകർ പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. പിന്നെ ഡബിൾ പാസിന് വേണ്ടിയാണ് പല വിദ്യാർത്ഥികളും ശ്രമിക്കുന്നത്. ഡബിൾ പാസിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും +1ൽ പാസ്സാകുന്ന തരത്തിൽ +1ൽ ജയവും തോൽവിയോ ഒന്നുമില്ല. അത് വേറൊരു കാര്യം. അതിൻ്റെ കൃത്യമായ വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. എന്തുകൊണ്ടാണ് +1ൽ ആരും തോൽക്കാത്തത് എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ആശങ്കയുടെ ഒരാവശ്യമില്ല. അഥവാ തന്നെ തോറ്റാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആരും നിങ്ങളെ കളിയാക്കാനോ പുച്ഛിക്കാനോ പരിഹസിക്കാനോ ഇല്ല. കാരണം ഇന്നും ഞാനൊരു അഡ്വക്കേറ്റുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹൈക്കോടതി എടുത്ത നിലപാട് അല്ലെങ്കിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ +1 വിഷയത്തിൽ എന്നുള്ളതാണ്. കാരണം അവർക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പരീക്ഷ വെക്കും അല്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടത്തുവാൻ. സർക്കാരിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിരിക്കും എപ്പോഴും ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ശ്രമിക്കുക എന്നുള്ളതാണ്. സർക്കാരിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ വിധി വന്നത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അന്ന് സംസാരിച്ചപ്പോഴും എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊതുവായൊരു ബോധം, പൊതുവായൊരു ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട്. കാരണം എല്ലാ ദിവസവും സ്കൂളിൽ പോയി, എല്ലാ ദിവസവും ട്യൂഷൻ സെൻറ്ററിൽ പോയി 24 മണിക്കൂറും പഠിച്ച് അധ്യാപകരുടെ ശകാരവും കേട്ട് അധ്യാപകരുടെ എക്സാമും കിടത്തി അതിന് പേപ്പറും നോക്കി കൃത്യമായി തന്നെ കൊടുത്ത് അടിയും കിട്ടി തല്ലും കൊടുത്ത് റിവിഷനും കിട്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും ഇവിടെ ഓരോരുത്തന്മാർ തോറ്റ് തുപ്പിയിടുക. അപ്പോഴാണ് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെ, ഒരു ദിവസം പോലും അധ്യാപകരുടെ റിവിഷൻ ക്ലാസ് ഇരിക്കാതെ, ഒരു ദിവസം പോലും സംശയം ചോദിക്കാൻ പറ്റാതെ, ഒരു ദിവസം പോലും കൂട്ടുകാരെ കാണാതെ, ടീച്ചർമാരെ നേരിട്ടൊന്ന് കാണാതെ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിൽ ഉറക്കം തൂങ്ങിയിരുന്നില്ല, വെള്ളത്തിൽ വീണ കോഴി ഇരിക്കുന്ന പോലെ ഉറക്കം തൂങ്ങിയിരുന്ന് പഠിച്ച് അവരെന്താണ് പഠിപ്പിക്കുന്നതെന്നറിയില്ല, നമ്മളെന്താണ് പഠിക്കുന്നതെന്നറിയില്ല. അവർ പറയുന്നത് ഒരു വാക്കിൻ്റെ അറ്റവും മുറി മാത്രം റേഞ്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് എന്തൊക്കെയോ എടുത്ത് എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ പരീക്ഷ എഴുതി അതോടൊപ്പം തന്നെ പരീക്ഷ റദ്ദാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കുവാനും പറ്റാതെ എഴുതിപ്പോയി വിദ്യാർത്ഥികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഒരാളും നിങ്ങളെ കളിയാക്കുവാനും പരിഹസിക്കുവാനും വരില്ല. അതുകൊണ്ട് ടെൻഷൻ മാറ്റി വെച്ച് നിങ്ങൾ +2ന് പഠിക്കും മക്കളുമാരെ. ഞാൻ അതേ പറയുന്നുള്ളൂ. കാരണം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെയുള്ള റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അല്ലേ പോട്ടെന്ന് വെക്കടേ. കാരണം നിങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഇത്തവണത്തെ പരീക്ഷ എഴുതിയത്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരാൾ പോലും നിങ്ങളെ കളിയാക്കുവാനോ പരിഹസിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ വരില്ല. വരുവാണെങ്കിൽ പോടാ അല്ലെങ്കിൽ പോടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുക. അത്രയേ ഉള്ളൂ. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.